മോനെ, ആ കാശ് തരുന്ന പലിശക്കാരനെ കണ്ടായിരുന്നോ? എന്താ പറഞ്ഞ്? ആദ്യമേ പുള്ളി പറ്റത്തില്ല, നടക്കത്തില്ലെന്നാ പറഞ്ഞേ. പിന്നെ നമ്മുടെ മുതലാളി പറഞ്ഞിട്ട് ഈട് വല്ലം കൊടുത്താ ഓക്കെ എന്ന് പറഞ്ഞു. വല്ല വണ്ടിയോ അല്ലെങ്കിൽ വല്ല പ്രമാണോ കൊടുത്താ, അല്ലെങ്കിൽ തരൂലെന്നാ പറഞ്ഞു. ബാങ്കുകാർ വന്ന വിവരം പോലും ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞ പിന്നെ വെപ്രാളമാകും, ശ്വാസം മുട്ടലാകും. എനിക്കൊന്നും അറിയില്ല. ഇന്ന് ശീലപ്പച്ചി നമ്മുടെ മറ്റേ ബേക്കറിയിൽ വന്നായിരുന്നു. കുറെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോയി. ചേട്ടൻ ഗൾഫിലായപ്പോ ഇവിടുന്ന് ഇറങ്ങാതെ നടന്നോളാം. വാരിക്കോരി എന്തെല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇപ്പൊ എന്നാ ഒരു നോട്ടം പോലും. അമ്മ കരയാതെ അമ്മ കുടുംബശ്രീയിൽ ഒന്ന് പോയി സംസാരിച്ചിട്ട് അവിടെ ഇച്ചിരി കാശെങ്കിലും ഒപ്പിച്ചാൽ ഒന്ന് ഒപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ വീടൊക്കെ പോത്തില്ലമ്മ. കരയാതമ്മ, കരയണ്ട. മോൻ പോയോ? അവനെ അറിയാം, സുഹൃത്തുക്കളെ കാണണമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി. അവനെ ഓർത്ത എൻ്റെ വിഷമം. ഡിഗ്രിക്ക് പഠിക്കാൻ പോവാനുള്ള എൻ്റെ മോൻ ബേക്കറിയിൽ പണിക്ക് പോകണം. അവനതൊന്നും പ്രശ്നമല്ല. ഇതിനെക്കാട്ടി നല്ല ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടോന്ന് അവൻ ചോദിക്കുന്നത്. അവൻ്റെ കൂട്ടുകാരൊക്കെ അവനെ കാണൂലേ? ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുന്നപ്പോ തന്നെ മരിച്ചാൽ മതിയായിരുന്നു. എങ്കിലും നിങ്ങൾക്ക് ഈ കെട്ടിടത്തിന് കാണേണ്ടി വരില്ലായിരുന്നല്ലോ. എന്തൊക്കെ ഈ പറയുന്നേ? ഇപ്പോ ചികിത്സയ്ക്ക് മാത്രമേ എന്തുമാത്രം പൈസ ഉള്ള സ്വർണവും വണ്ടിയെല്ലാം പോയി. അതൊന്നും സാരമില്ല. ഈ മൃതദേഹമായി ജീവിക്കുന്ന കാലം നിങ്ങളെ ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ. അങ്ങനൊന്നും പറയല്ലേ. ചേട്ടൻ ജീവനോടെ ഇരിക്കുന്നതാ ഞങ്ങൾക്ക്. ചേച്ചി, ആഹാ സീതയോ? ഇന്നലെ തന്നെ നിന്റെ കാര്യം ഓർത്തോളൂടി. ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. ഞാൻ മോടെ വീട് വരെ പോയിരുന്നു. അവിടെ ഉത്സവമായിരുന്നു ചേച്ചി. ഓ, അടിച്ചു പോളി. രവീന്ദ്രൻ ചേട്ടൻ എന്തി? ഞാനിപ്പോ ദേഹം തുടച്ചിട്ടതേ ഉള്ളൂ. ശ്രദ്ധിക്കണേ ചേച്ചി, ഒരേ കിടപ്പാണ്, പൊട്ടാൻ സാധ്യതയുണ്ട്. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നീ വാ. ഞാനേ ആ ഉണ്ണിത്താന്റെ വീട് വരെ പോയിരുന്നു ചേച്ചി. അങ്ങനെ മരിച്ചപ്പോഴേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. ഞാനും ഓടം വരെ പോയിടയോ. എന്തൊരു കരച്ചിലും വിളിയൊക്കെ ആയിരുന്നു. ഒന്നോർത്താലേ അയാൾ മരിച്ചു തന്നെ നന്നായി. അയാൾ മരിച്ചതോടുകൂടിയേ ആ കുടുംബം രക്ഷപ്പെട്ടു. എടേ, നീ എന്തോ ഈ പറയുന്ന? ഒരാൾ മരിക്കുമ്പോഴാണ് കുടുംബം രക്ഷപ്പെടുന്നത്. സത്യേച്ചി ഞാൻ ഈ പറയുന്നത്. ഉണ്ണിത്താൻ മരിക്കുമ്പോഴേ വീട് ജപ്തിയിലല്ലായിരുന്നു. ഇപ്പൊ ലോൺ അടയ്ക്കണ്ടെന്ന്. എന്താ? അയാള് ലോൺ എടുത്ത സമയത്തെ ഒരു ഇൻഷുറൻസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലോൺ അതിന്റെ കൂടെ അടച്ചു പോവുക. അത് തന്നെയുമല്ല, ഇപ്പൊ ഉണ്ണിത്താന്റെ പേരിലുള്ള പ്രമാണം ഭാര്യയുടെ പേരിലും ആക്കി. അതോടുകൂടി അവർ വീടിന്റെ അടുത്തുള്ള 5 സെന്റ് വസ്തു വിറ്റ് ഇപ്പൊ കടവും വീട്ടി പുതിയ ബിസിനസ്സും തുടങ്ങാൻ പോകുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിത്താന് പകരമാവത്തില്ലല്ലോ. ചേച്ചി, രവീന്ദ്രൻ ചേട്ടൻ വീടിന്റെ മുകളിൽ നിന്ന് വീണപ്പോഴേ അറബി വല്ല പൈസയും കൊടുത്തായിരുന്നു. ഒരു കുറച്ച് പൈസയൊക്കെ തന്ന് അത് ചികിത്സയ്ക്ക് അങ്ങ് ചെലവായി പോയില്ലേ? ലോൺ അടയ്ക്കുന്നുണ്ടോ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് അവൾ എന്നോട് ചോദിക്കുവോ എവിടെ നിന്നെടുത്ത് അടയ്ക്കാനാണ്? കുഞ്ഞു പണിക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ കഞ്ഞി കുടിച്ചു കിടക്കുന്നു. അച്ചാറിന്റെ ഓർഡർ വല്ലതും ഉണ്ടോ ചേച്ചി? പഴയതുപോലൊന്നും നടക്കുന്നില്ലടേ. അദ്ദേഹത്തെ നോക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഇനി അന്നും സമയം കിട്ടത്തില്ല. അന്നേ ഒരു യൂണിറ്റ് അങ്ങ് തുടങ്ങിയാൽ മതിയായിരുന്നു. അതിന് പൈസ ഒക്കെ വേണ്ടേ? ഒന്നും അറിയത്തില്ല. അതെങ്ങനാ ഒരു ലോൺ വല്ല എടുക്കാൻ പറ്റുമോ? പ്രമാണം കൊണ്ട് ബാങ്കിലും വെച്ചിരിക്കോ? 5 സെന്റ് വിറ്റിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. എന്ത് ചെയ്യാനാന്ന് പറയണം. നീ ഇരിക്കടി, ഞാൻ ചായ എടുത്തോണ്ട് വരാം.
മരിക്കുമ്പോഴേ വീട് ജപ്തിയിലല്ലായിരുന്നു, ഇപ്പൊ ലോൺ അടയ്ക്കണ്ടാന്ന്. അയാൾ മരിച്ചതോടുകൂടി ആ കുടുംബം രക്ഷപ്പെട്ടു. ആലോചിച്ചോണ്ടിരിക്കുന്നേ ഈ ചായ മൊത്തം തളച്ചു പോയത് കണ്ട ഓരോന്ന് ആലോചിച്ചോണ്ട് ഇന്നോളൂ. വെറുതെ ഓരോന്ന് ഓർത്തു പോയി. എന്തോ ഇത്ര ആലോചിക്കാന്? ചേച്ചി ഇത് പിടിക്ക്. വേണ്ടടി, നിന്റെ കയ്യിലിരിക്കട്ടെ. ഇത് പിടിക്ക് ചേച്ചി. ഒരു നേരത്തെ മരുന്നെങ്കിലും വാങ്ങിക്കാൻ പറ്റും ചേച്ചി. എന്റെ കയ്യിൽ ഉണ്ടായിട്ടല്ലേ ചേച്ചി. എന്റെ മോടെ കല്യാണത്തിന് രവീന്ദ്രൻ ചേട്ടൻ ഒരുപാട് സഹായിച്ചതാ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇത് കൈ പിടിക്ക്. സമയത്തെ ഒരു ഇൻഷുറൻസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലോൺ അതിന്റെ കൂടെ അടച്ചു പോവുക. എന്താടാ? ഞാൻ മറ്റേ പൈസ കൊടുക്കാനുള്ള ജയൻ ചേട്ടനില്ല അമ്മ, ആ ചേട്ടൻ കടയിൽ വന്നായിരുന്നു. എന്നിട്ട് 10 ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. മോൻ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. അമ്മ എന്തു ഈ പറയുന്നത്? എന്ത് വഴി ഉണ്ടാക്കാന്നാ? പൈസക്ക് പൈസ തന്നെയല്ലേ അമ്മ വേണ്ടത്? പോയി കുളിച്ചിട്ട് വാ, അമ്മ ആഹാരം എടുത്തു വെക്കാം.
ഒരു ഇൻഷുറൻസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലോൺ അതിന്റെ കൂടെ അടച്ചു പോവുക. എന്താ പറ്റി? ഒന്നുമില്ല ചേട്ടാ. നീ വല്ല സ്വപ്നം വല്ലതും കണ്ടായിരുന്നു? നല്ല സ്വപ്നമാണോ? ഒന്നുമില്ല. നല്ല സ്വപ്നമായിരുന്നു. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ചേട്ടാ. പ്രവീണ ആകെ വിഷമത്തിലാണല്ലേ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കുമോ? എന്ത് കേട്ടാ? നമ്മൾ ലോൺ എടുത്തില്ലേ, അതിന്റെ കൂടെ ഞാനൊരു ഇൻഷുറൻസും കൂടെ എടുത്തിരുന്നു. ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് ആ പ്രമാണം തിരിച്ചു കിട്ടും. എന്ത് ചേട്ടൻ പറയുന്നു? എന്നിട്ട് ഇതിൽ പ്രവീണിനെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കുക. അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. തലേണ എടുത്ത് എന്റെ മുഖത്തങ്ങ് നിർത്തിയാൽ ഞാൻ ചേട്ടനെ കൊല്ലാനോ? ഇതാരും അറിയില്ല, നമ്മൾ മാത്രം. അതെ, എത്ര നാളിങ്ങനെ ഞാൻ ശവം പോലെ ഇങ്ങനെ കിടക്കണം? എനിക്ക് മടുത്തു. നീ തലേണ എടുത്ത് ഒന്ന് അമർത്തിയാൽ ഞാൻ ചേട്ടനെ കൊല്ലാനോ? ഇതുകൊണ്ട് എല്ലാത്തിനും ഒരു അവസാനം. നിർത്ത്.